എന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ട് നേടിയ ഒരു പദവിയല്ല എന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം അത്രയധികം ഹാർഡ് വർക്കിന്റെയും ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസിന്റെയും നമുക്ക് നേരായിട്ടുള്ള വിവരങ്ങളാണ് ടീച്ചർ ആ ഒരു ഡയറിയും ഒക്കെ എടുത്ത് നമ്മളോട് കാണിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അത്രയധികം ഹാർഡ് വർക്കിങ്ങും കമ്മിറ്റഡ് ആയിട്ടും നിന്നാലേ ഏതൊരു വ്യക്തിക്കും ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് സാധിക്കും. ടീച്ചർ പറഞ്ഞ പോലെ തന്നെ വെസ്റ്റീജ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ചെയ്യേണ്ട കാര്യം. ഈ ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്തു എന്നതിലുപരി ഈ ഒരു ബിസിനസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും അത് ചെയ്യാനും അതിലൊരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ചെയ്യാൻ, അത് വെറുതെ അല്ല, ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ വിജയിക്കുള്ളൂ. ഓക്കെ, അപ്പോ നമുക്ക് മാമിന് വളരെയധികം താങ്ക്സ് പറയുകയാണ് ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിനും. അതുപോലെ തന്നെ ഇനി അടുത്ത പിൻ ലെവൽസും അടുത്ത ഹയർ ഇൻകം ലെവൽസിലേക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു മാം. ഇനി നമുക്ക് അടുത്ത ഒരു സെഷനിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്യുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, നമ്മളെല്ലാവരും ഇത്രയും നാളത്തെ ഒരു ജീവിതത്തിനുള്ളിൽ കേട്ടിട്ടുണ്ടാവും, നിനക്കൊന്ന് നന്നായി കൂടെ എന്ന്. പല പല സാഹചര്യങ്ങളിലും അത് പല അർത്ഥങ്ങളിലായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, ഓരോരുത്തരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള അതിലായിരിക്കും ചോദിച്ചിട്ടുണ്ടാവാം. നിനക്കൊന്ന് നന്നായി കൂടെ, ചിലപ്പോൾ പഠിത്തത്തിലായിരിക്കാം, ജോലിയിലാവാം, എന്ത് കാര്യത്തിലാണെങ്കിലും. നമ്മൾ ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു വീട്ടമ്മയാണ്, അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥനാണ്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ടല്ലേ, അവരുടേതായിട്ടുള്ള അവര് പെർഫോം ചെയ്യേണ്ട, അല്ലെങ്കിൽ അവരുടെ 100% കൊടുക്കേണ്ട ഓരോ സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ കമ്മിറ്റഡ് ആയിട്ട് നിന്നെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ മാക്സിമം കൊടുത്തുകൊണ്ട് നല്ല റിസൾട്ട് അതിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ എത്ര നല്ല ഒരു കാര്യം കേട്ടു അതിലേക്ക് ആയി എന്നുള്ളതിലുപരി നമ്മൾ അതിൽ എത്രമാത്രം കമ്മിറ്റഡ് ആണ്, നമ്മൾ എത്രമാത്രം നമ്മുടെ കമ്മിറ്റ്മെന്റ് അതിന് കൊടുക്കുന്നുണ്ട് എന്നതിലാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ബിസിനസ്സിനും ഉണ്ട് അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ കമ്മിറ്റ്മെന്റിനെ കുറിച്ചിട്ടാണ്. എല്ലാവരും വളരെ കമ്മിറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കുക. ഇതിൽ പലരും കമ്മിറ്റഡ് അല്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം ആരും തന്നെ ക്യാമറ ഓൺ ചെയ്തിട്ടുള്ള കുറച്ച് പേരുള്ളൂ. പ്രയോറിറ്റി കൊടുത്തവരെല്ലാവരും ക്യാമറ ഓൺ ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ പ്രയോറിറ്റി കൊടുത്തവർ എത്രയാണെന്ന് ഷാജി സാറിന് വളരെ ലാപ്ടോപ്പിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും അല്ലേ സാറേ? അപ്പോൾ സാറിന് ഈ ഒരു കമ്മിറ്റ്മെന്റ് സെഷനിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. സാറിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല, എന്നാലും സാർ പറയുകയാണ്, അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്, ഇപ്പോൾ ദുബായിൽ സെറ്റിൽഡ് ആണ്. ഈ ഒരു ബിസിനസ്സിൽ ക്രൗൺ ഡയറക്ടർ ആയിട്ടുള്ള, ഇനി അടുത്ത പിൻ ലെവലിലേക്ക് വളരെ അധികം പെട്ടെന്ന് തന്നെ മൂവ് ഓൺ ചെയ്യുന്ന ഷാജി സാറിനെ വളരെ സ്നേഹപൂർവ്വം ഞാൻ ഈ ഒരു കമ്മിറ്റ്മെന്റ് സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സാർ പ്ലീസ് വെൽക്കം. താങ്ക് യു സുഷിത. എന്റെ വോയിസ് കേൾക്കാവോ? ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു ഷംന ടീച്ചർ. അതുപോലെ സുഷിത നന്നായി എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഷംന ടീച്ചറുടെ ഡയറി ആയിരിക്കും വേണമെങ്കിൽ ഇപ്പോഴേ പറഞ്ഞു വെച്ചോളൂ. സിൽവർ ആയ എന്റെ ഡയറി എഴുതി വെച്ചിട്ടുണ്ട്, അത് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ആദ്യം. കാരണം ഇത്രയും ഭംഗിയായിട്ടൊക്കെ എഴുതിയെന്ന് ഞാൻ അറിയില്ലായിരുന്നു കേട്ടോ. ഇത്ര കാര്യങ്ങൾ നമുക്ക് അറിയില്ല. അതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് വിനോദ് സാർ പറഞ്ഞ ആ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങൾ ഞാൻ മുന്നേ ഒരു മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസവും ഗ്രൂപ്പിൽ പറയുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്ന് എഴുതി വെക്കും, നോട്ടിൽ എഴുതി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു നോളജ് ഉണ്ടാവും എന്നുള്ളത്. അത് അതേപോലെ അനുസരിച്ച് അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇന്ന് എനിക്ക് രാവിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ മനസ്സിലായി. വിനോദ് സാർ ഇച്ചിരി ബിസിയായ സമയത്ത് ആരൊക്കെയോ പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽ എത്തിക്കാൻ ഷംന ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മൾ ഈ ബിസിനസ്സിനെ പഠിക്കാൻ തയ്യാറാണെന്നുള്ളൊരു കാര്യത്തിൽ അതിന് ഞാൻ ഷംന ടീച്ചറെ അപ്രീസിയേഷൻ ചെയ്യാണ്. കാരണം നമ്മുടെ ടീമിൽ ഇങ്ങനെയുള്ള ഒരു പവർഫുൾ ലീഡർ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സന്തോഷമാണ്. ഇന്ന് ഷംന ടീച്ചർ ചെയ്തിരിക്കുന്ന ഈ ഒരു അച്ചീവ്മെന്റ്സ്, ആ സിൽവർ ഡയറക്ടർ ഡിസംബർ മാസം അച്ചീവ് ചെയ്യുമെന്ന് പറഞ്ഞു, അത് അച്ചീവ് ചെയ്തു, പ്രൂവ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഒരു ഓർഗനൈസേഷനിൽ ഒരാളെ ബ്രോൺസ് ഡയറക്ടറാക്കി സൗദി അറേബ്യയിലെ ഷൗക്കത്ത് അലി, അദ്ദേഹം ഡ്യൂട്ടിയിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റാണ്ടായിപ്പോയത്. ഇനി അടുത്തൊരു മീറ്റിംഗിൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇന്ന് എൻ്റെ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെന്റ് ആണ്. ഷംന ടീച്ചർ ഇന്ന് ഈ ബിസിനസ് വിജയിച്ചതും നമ്മുടെ ഓർഗനൈസേഷൻ ഇത്രത്തോളം വിജയിച്ചുകൊണ്ടിരിക്കുന്നതും ആ ഒരു കമ്മിറ്റ്മെന്റിന്റെ ഭാഗമാണ്. പല ആൾക്കാരും ബിസിനസ്സിലേക്ക് വരുന്നത് നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, ആരെങ്കിലും നിർബന്ധത്തിലായിരിക്കും ജോയിൻ ചെയ്യുന്നുണ്ടാവും അല്ലെ. ഇവിടെ നമ്മൾ ആരുടെ നിർബന്ധത്തിൽ ജോയിൻ ചെയ്തൊരു കാര്യമില്ല. ഞാനൊരു സ്ലൈഡ് നോക്കണാകട്ടെ. നേരത്തെ സുഷിത പറഞ്ഞു ഷാജി സാറിന്റെ മോട്ടിവേഷനിലാണ് ചിലപ്പോൾ നിങ്ങൾക്ക് തീരുമാനം എടുത്തിട്ടുണ്ടാവുക അല്ലേ. മോട്ടിവേഷനിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീരുമാനം മാത്രമേ ഉണ്ടാവുള്ളൂ, ബിസിനസ് നടക്കില്ല. നമ്മൾ അതിന് ബിസിനസ്സിൽ വിജയിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ
കമ്മിറ്റ്മെന്റ് ആയിട്ട് ഇത് ചെയ്താൽ മാത്രമേ വിജയിക്കുള്ളൂ, അല്ലെ? വാട്ട് ഈസ് കമ്മിറ്റ്മെന്റ്? എബ്രഹാം ലിങ്കൺ പറഞ്ഞ കമ്മിറ്റ്മെന്റിന്റെ എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ കൊടുക്കേണ്ട വിലയാണ് കമ്മിറ്റ്മെന്റ്, അല്ലെ? ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും ഓരോ ആൾക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഒരു മീറ്റിംഗിൽ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറയുന്ന സമയത്തോ, സാറേ ഞാൻ ബിസിയാണ് സാറേ, ഇന്നൊരു കല്യാണം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട്, പല കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങി പോകുന്ന കണ്ടിട്ടുണ്ടാവും. അവിടെ നമ്മളെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കുമോ? ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നുണ്ടാവും, മാസം അവസാനം വരെ പോയാൽ മാത്രമേ ശമ്പളം കിട്ടുള്ളൂ. അത് നമ്മളൊരു കമ്മിറ്റ്മെന്റ് ആണ്. പക്ഷെ ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തുന്ന സമയത്ത് ആരും ആ കമ്മിറ്റ്മെന്റ് കാണിക്കാറ് വളരെ അപൂർവമായിട്ട് ആൾക്കാർ മാത്രമേ അത് കാണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ കുറച്ച് ആൾക്കാർ, 5% ആൾക്കാർ മാത്രമേ ഈ ബിസിനസ്സിൽ വിജയിച്ചു പോകുന്നത്. ഇവിടെ നമ്മളെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇതിലേക്ക് വന്നിരിക്കുന്നത്. അതിന് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം ഈ കമ്മിറ്റ്മെന്റ് തന്നെയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു, മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു ബിസിനസ്സോ എന്തും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അല്ലെ? ചിലപ്പോൾ നമ്മൾ സിഇഒയിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ കേട്ട് ചിലപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കൊള്ളാം, കുഴപ്പമില്ലല്ലോ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കാം. അപ്പൊ ആ സമയത്ത് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി, ലിങ്ക് തന്ന വ്യക്തി ഐഡിയ എടുത്തിരുന്നുണ്ടാവും. ആ മോട്ടിവേഷനിൽ ചിലപ്പോൾ നിങ്ങൾ ഐഡിയ എടുക്കുന്നുണ്ടാവും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ മോട്ടിവേഷന്റെ കംപ്ലീറ്റ് 24 മണിക്കൂർ കൊണ്ട് ആ മോട്ടിവേഷൻ തീരും. പിന്നെ മോട്ടിവേഷൻ ഇല്ലല്ലോ. അപ്പോഴേക്കും ഇത് ആരോടെങ്കിലും പോയി പറയും. നമ്മുടെ ഏറ്റവും നല്ല ചങ്ക് ഫ്രണ്ട്സിനോടോ നമ്മുടെ റിലേറ്റീവ്സിനോടോ നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവർ നമുക്ക് തരുന്ന ഒരു നെഗറ്റീവിന് നമ്മുടെ ഈ മോട്ടിവേഷനൊക്കെ അങ്ങ് പോകും. അവിടെ ഒന്നും നമുക്ക് ബിസിനസ് വിജയിക്കാൻ പറ്റില്ല. മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷെ അത് വിജയിക്കണമെങ്കിൽ കമ്മിറ്റ്മെന്റ് എന്നൊരു പാർട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അത് വിജയിക്കണമെങ്കിൽ അത് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ട് ഇപ്പൊ 3.5 വർഷമായി വളരെ സീരിയസ് ആയിട്ട് വളരെ നല്ല കമ്മിറ്റ്മെന്റോടുകൂടിയാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. കാരണം എനിക്ക് അത്രക്കും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഡ്രീം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് ഇത്രത്തോളം ക്രൗൺ ഡയറക്ടർ എന്ന പൊസിഷൻ എത്താനായതും തന്നെ. അപ്പൊ നമ്മൾ കമ്മിറ്റ്മെന്റ് ഫോർ എക്സലൻസ് ഇൻ ദ ബിസിനസ്. ഈ ബിസിനസ്സിൽ നമുക്ക് എക്സലൻസ് ആവണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യമാണ്. ഒന്ന്, സീ ദ ഗുഡ്. നമ്മൾ നല്ലതിനെ നോക്കിക്കാണാൻ ശ്രമിക്കുക. എല്ലാം നമ്മൾ നെഗറ്റീവായി കാണാതെ എന്ത് കേൾക്കുമ്പോൾ അതുപോലെ അല്ല ഇതുപോലെ അല്ല എന്നുള്ള ഒരു ഫീലിങ്സ് മൈൻഡിൽ മാറ്റാൻ നിൽക്കുക. ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ വരുന്ന ആൾക്കാർ ഇപ്പൊ ഇവിടെ 82ഓളം ആൾക്കാരുണ്ട്. ഈ 82ഓളം ആൾക്കാരും ആ മീറ്റിങ്ങിനെ കേട്ടുകൊണ്ട് അതെന്താണെന്ന് അറിയാൻ ശ്രമിച്ച ആൾക്കാർ മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ സിഇഒയിൽ വരുന്ന ആൾക്കാർ ചിലപ്പോൾ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇറങ്ങിപ്പോകുന്ന ആൾക്കാരുണ്ട്. കേൾക്കുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ ഇറങ്ങിപ്പോകുന്ന ആൾക്കാരുണ്ടോ. നല്ലത് എന്താണെന്നോ മോശം എന്താണെന്നോ കാണാൻ പോലും ശ്രമിക്കാതെ മനസ്സിലാക്കാതെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അടുത്തത് റിസ്ക് ഫെയിലിയർ. നമ്മൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അത് പരാജയപ്പെടുന്ന കാര്യങ്ങളായിരിക്കും കൂടുതൽ ചിന്തിക്കുന്നുണ്ടാവും, അല്ലെ? ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ പരാജയപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നോട് ആരെങ്കിലും ജോയിൻ ചെയ്യൂ, അല്ലെങ്കിൽ എന്നെ കൂടെ ആരെങ്കിലും പ്രൊഡക്റ്റ് ഉപയോഗിക്കുമോ? ഇങ്ങനെയുള്ള ഒരുപാട് പരാജയങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. അവിടെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവും. തുടങ്ങുന്നതിന് മുന്നേ പരാജയത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല ഒരു ബിസിനസ് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ പഠിക്കുന്നതിന് ഇപ്പൊ കോളേജിൽ ചേർക്കാൻ ഒരു ഡിഗ്രി എടുക്കുകയാണ്, അല്ലെങ്കിൽ MBA ചേരുകയാണ്, MBBS പഠിക്കാൻ പോവാണ്. ആ പഠിക്കാൻ പോകുന്ന സമയത്ത് പേരൻസിലേക്ക് ഒരുപാട് പൈസ ഫീസ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവും. ആ സമയത്ത് നമ്മൾ ആരും ചിന്തിക്കോ, ഞാൻ എക്സാം പാസ്സായിട്ടില്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മേന്റെ പൈസ നഷ്ടമായി പോവില്ലേ എന്ന് ചിന്തിച്ചിട്ട് ആരെങ്കിലും എക്സാം ഇടാതിരിക്കോ അല്ലെങ്കിൽ പഠിക്കാതിരിക്കോ, അല്ലെ? സുകുമാരൻ ചേട്ടൻ ഇപ്പൊ മോള് പഠിക്കാൻ പോയിരിക്കും, എത്ര പൈസ ചെലവാക്കിയാൽ പഠിക്കാൻ പോയിട്ടുണ്ടാവും. ആ സമയത്ത് സുകുമാരൻ ചിന്തിക്കുകയാണ്, ഇനി എന്റെ മകള് പഠിച്ചിട്ട് ജോലി കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ പഠിച്ച് പാസ്സായിട്ടില്ലെങ്കിലോ നമ്മൾ ആരും പഠിപ്പിക്കാതിരിക്കും. നമ്മളൊന്നും പരാജയം ചിന്തിച്ചുകൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന ഈ ഒരു കാര്യം, ഫെയിലിയർ ആവും, പരാജയപ്പെട്ടു പോകുന്നുള്ള ചിന്തയാണ് ആദ്യം കൊടുക്കുന്നത്. വർക്ക് സ്മാർട്ട്. അടുത്തതാണ്, നമ്മൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് അല്ല ആക്ച്വലി ചെയ്യേണ്ടത്. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ചെയ്ത് ഒരു മല്ലം പണി എടുക്കാൻ വന്നിട്ട് കട്ട പണി എടുത്തുകൊണ്ടിരിക്കുക, പക്ഷെ റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് സ്മാർട്ട് വർക്കാണ്. എന്താണ് സ്മാർട്ട് വർക്ക്? ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം സിസ്റ്റത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മളോടൊപ്പം ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്ത വ്യക്തിയെ നമ്മുടെ മീറ്റിംഗുമായിട്ട് കണക്ട് ചെയ്യാം. എന്തൊക്കെ മീറ്റിംഗുകൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് നടക്കുന്നുണ്ടോ ആ മീറ്റിംഗിലേക്ക് ആ വ്യക്തി എത്തിക്കാൻ സാധിക്കുവാണെങ്കിൽ, ഇവിടെ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്ത ആൾക്കാരും ബിസിനസ്സിൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരും സീരിയസ് ആയിട്ട് വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരും കണ്ടിന്യൂ എല്ലാ മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ആൾക്കാർ ബിസിനസ് നിർത്തി പോകും. 1-2 പ്രാവശ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അവരുടെ ബിസിനസ് കാണില്ല. കാരണം അവർ ഈ ബിസിനസ്സിലെ പോസിറ്റീവായ കാര്യങ്ങളൊന്നും അറിയാൻ സാധിക്കുന്നില്ല. അവർ പുറത്തുള്ള നെഗറ്റീവ് മാത്രമേ ഇതിനകത്ത് കേൾക്കുന്നുണ്ടാവും.
കാരണം ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവർ പുറത്തേക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും, അവിടുന്ന് നെഗറ്റീവ് കേൾക്കുന്നുണ്ടാവും, പക്ഷെ പോസിറ്റീവ് ഒന്നും കേൾക്കുന്നുണ്ടാവില്ല. ഇതിനകത്ത് നല്ല കാര്യങ്ങൾ എന്താണോ, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്താണോ, ഇതിൽ എന്തൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും, ഇതിൽ വിജയിച്ച ആൾക്കാർ അവർ കാണുന്നില്ല. അതുകൊണ്ടാണ് ആൾക്കാർ ബിസിനസ് സ്റ്റോപ്പ് ചെയ്ത് പോകുന്നത്. നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവും അല്ലെ? നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിച്ച ആൾക്കാർ, പിന്നെ ഐഡിയ എടുത്ത ആൾക്കാർ, ഒരു പ്രാവശ്യം മീറ്റിംഗ് ഉണ്ടാവും, പിന്നെ കയറാത്ത ആൾക്കാരുണ്ടാവും, നിങ്ങൾ മെസ്സേജ് പോലും നോക്കി റിപ്ലൈ തരാത്ത ആൾക്കാരുണ്ടാവും. ഈ ഒരു പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ മോട്ടിവേഷനിൽ ചിലപ്പോൾ ചാർജായി ഓക്കെയാണ്, ജോയിൻ ചെയ്തു, നിങ്ങൾ ഉടനെ തന്നെ അവരോട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്ത് അവർ ചിലപ്പോൾ അവിടെ കാണുന്നത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തോ ബെനിഫിറ്റ് ഉള്ള രീതിയിൽ കാണുന്നുണ്ടാവും. നമ്മളൊരാളെയും ഫോഴ്സ് ചെയ്തിട്ട് ഒന്നും ഇതിൽ ചെയ്യിപ്പിക്കാതിരിക്കുക. അവരെ ഈ ബിസിനസിന്റെ മീറ്റിംഗിൽ ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവരെ തീരുമാനം എടുപ്പിക്കുക. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക് ബിസിനസ് ചെയ്യുന്നുണ്ടാവും. അതോടൊപ്പം ഇപ്പൊ ശബ്ന ടീച്ചർ പറഞ്ഞ സിൽവർ ഡയറക്ടറായി, നമ്മളത് എക്സ്പാൻഡ് ചെയ്യണം. അടുത്ത ഗോൾഡ് ഡയറക്ടറിലേക്ക് അവർ പിന്നിന് അവർ ടാർഗറ്റ് ചെയ്യണം. ഷൗക്കത്ത് അലി ബ്രോൺസ് ആയി. ഇതിൽ ഓരോരോ ആൾക്കാരും നിങ്ങളൊരു പിന്ന് ഏതാണോ എത്തിയിരിക്കുന്നത്, അച്ചീവ്മെന്റ് ചെയ്തിരിക്കുന്നത്, തൊട്ട് അടുത്ത ഗോൾ സെറ്റ് ചെയ്യുക. അടുത്ത ഇന്ന വർഷം ഇത്ര സമയമാകുമ്പോൾ എനിക്ക് ഗോൾഡ് ഡയറക്ടറായി മാറണം, 2 ലെവൽ LOB ഉണ്ടാക്കിയെടുക്കണം, അതിലൂടെ ഒരു 50,000 രൂപ വരുമാനം എത്തിക്കണം. ഇപ്പൊ ഭീമ മേഡം നമ്മുടെ ഓർഗനൈസേഷനിൽ 30,000 35,000 വരുമാനം വാങ്ങിക്കുന്ന ഒരാളാണ്. അവരുടെ ഗോൾ എടുത്ത് ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വർഷാവസാനത്തിന് മുന്നേ 1,00,000 രൂപ മാസം വരുമാനം വാങ്ങിക്കുന്ന ഗോൾ സെറ്റ് ചെയ്ത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. നമ്മൾ ഓരോ കാര്യങ്ങളും അച്ചീവ് ചെയ്തതിനു ശേഷം അടുത്തതിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോകണം. പല ആൾക്കാരും കാണുന്നത് ബ്രോൺസ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ, സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ കൺഗ്രാജുലേഷൻ ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ അവരെ ഡ്രീം അവിടെ ഫുൾഫിൽ ആയി. അതിനപ്പുറത്തേക്ക് വേറൊരു കാര്യം അടുത്ത ഗോൾ സെറ്റ് ചെയ്യാനോ നിൽക്കാറില്ല. ഞാൻ ഓൾറെഡി എന്റെ ഗോളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആളാണ്. ഈ ഡിസംബർ മാസം എന്താവും എന്നുള്ളതും എത്ര ടീമിന് എത്ര രൂപ വരുമാനം വാങ്ങിച്ചു കൊടുക്കുന്നൊക്കെ എഴുതി വെച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഈ ഡിസംബർ മാസം ജോയിൻ ചെയ്ത ആൾക്കാരെ തന്നെ സെലക്ട് ചെയ്തിട്ട്, കുറെ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് ഈ ഡിസംബർ മാസം അവസാനം, അടുത്ത ഡിസംബർ മാസം അവസാനം ആകുമ്പോൾ അവരുടെ വരുമാനം 25,000 50,000 രൂപക്ക് എത്തിക്കാൻ പറ്റുന്ന ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് വരെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടാവും. കാരണം ഒരു വരുമാനം ആഗ്രഹിച്ച് വന്നിരിക്കുന്ന ആൾക്കാരാണ് ഇതിനകത്ത് ഉള്ളത്. ബി കൺസിസ്റ്റൻസ്, നമ്മൾ ഇതിൽ സ്ഥിരതയെ വേണം. ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ വല്ലപ്പോഴും കൂടി ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, വല്ലപ്പോഴും കൂടി എന്തെങ്കിലും 1-2 സോപ്പോ പേസ്റ്റ് വാങ്ങിക്കുക, പിന്നെ ആരെങ്കിലും നിർബന്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും പറയുമ്പോൾ ചോദിക്കുമ്പോൾ ഒരു സോപ്പും പേസ്റ്റ് വാങ്ങിക്കുക. അങ്ങനെയൊക്കെ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വലിയ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. എന്നിട്ട് ഒരു 2-3 വർഷം ഇതേപോലെ നിന്നിട്ടാകുമ്പോൾ ആരെങ്കിലും വെസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ 2 വർഷം ബിസിനസ് ഉണ്ടായിരുന്നു, എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയും. നിങ്ങൾ എന്തെങ്കിലും ചെയ്തുവെന്നോ ഒന്നും ആരും ചോദിക്കാൻ നിൽക്കില്ല. അവരവിടെ കമ്പനിയെ കുറ്റം പറയുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്നത് ഒരു ജോലി കിട്ടിയാൽ ചെയ്യുന്ന അതേപോലെ, അല്ലെങ്കിൽ ഒരു ഡിഗ്രിക്ക് ചേർന്നാൽ നമ്മൾ ചെയ്യുന്ന അതേപോലെ കൺസിസ്റ്റൻസി ആയിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ഇതിൽ വർക്ക് ചെയ്യണം. നമ്മളുടെ എന്തൊക്കെയാണ് ഇതിൽ വർക്ക് ചെയ്യാനുള്ളത് അതെല്ലാം ചെയ്യണം. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, നോളജ് ഉണ്ടാക്കിയെടുക്കുക, കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, അതെല്ലാം സ്ഥിരമായിട്ട് വേണം. പല ആൾക്കാരും ചിലപ്പോൾ 1-2 ദിവസം, എനിക്ക് പല ആൾക്കാർ മെസ്സേജ്, സാറേ എനിക്ക് സാറിന്റെ സപ്പോർട്ട് വേണം, ഈ ബിസിനസ്സിലൂടെ വിജയിക്കണം എന്ന് അത്യാവശ്യം ആഗ്രഹമുണ്ട്, എനിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, പ്രശ്നങ്ങളുണ്ടൊക്കെ, എനിക്കിതിൽ വിജയിക്കണം എന്ന് പറയും. പിന്നെ ആ വ്യക്തിയെ കാണുന്നത് 2-3 മാസത്തിന് ശേഷമായിരിക്കും. എങ്ങനെയാണ് അവർ വിജയിപ്പിക്കാൻ സാധിക്കുക? നിങ്ങൾ അങ്ങനെ ഒരു വാക്ക്, അങ്ങനെ ഒരു സ്വപ്നം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ആരോടാണോ നിങ്ങൾ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് അവരുമായിട്ട് എല്ലാ ദിവസവും കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, സംസാരിക്കുക, കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക, അറിയാത്ത കാര്യങ്ങൾ ചോദിക്കുക, എന്ത് വേണമെങ്കിലും ചോദിക്കാം, വാട്സപ്പിലായാലും എങ്ങനെയാണ് ചോദിച്ച് മനസ്സിലാക്കിയെടുക്കുക. അതൊരു സ്ഥിരതയുള്ള ആളായി മാറണം. പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ കൺസിസ്റ്റൻസി ചെയ്യാൻ ശ്രമിക്കുക. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന വ്യക്തി കൺസിസ്റ്റൻസി മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്തത് പാഷനേറ്റ്, നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുക. ഇപ്പൊ ഒരാളെ നിർബന്ധത്തിൽ, നിങ്ങൾ പല ആൾക്കാരും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് അപ്ലയൻസിന്റെ മെസ്സേജ് കണ്ടിട്ടായിരിക്കും. ആ സമയത്ത് ഓടിക്കോ, അയ്യോ 9 മണി ആയോ, ഇന്ന് മീറ്റിംഗ് ഉണ്ടല്ലേ, ഇന്ന് കയറിയേക്കാം, അല്ലെങ്കിൽ അയാൾ എന്താ വിചാരിക്കുക, അന്ന് വെറുതെ ഓണാക്കി വെച്ച്. നേരത്തെ ആരാണ് ശബ്ന ടീച്ചർ പറഞ്ഞ പോലെ, ഞാൻ ടീച്ചർ നിർബന്ധിച്ചപ്പോൾ കയറിയതാണ്, ഞാൻ കിടന്ന് ഉറങ്ങിയതാന്ന് പറഞ്ഞ പോലെ, വെറുതെ അവിടെ ഒരു പേര് കാണിക്കാൻ വേണ്ടി ഞാൻ ഇന്ന ആൾക്കാരവിടെ കയറിയിട്ടുണ്ട്. സുകുമാരൻ ചേട്ടൻ ഇരിക്കുന്നവരെ ഇരിക്കണം, സുകുമാരൻ ചേട്ടന്റെ പേരുകൊണ്ട് സുകുമാരൻ ചേട്ടൻ ആളാവില്ല അല്ലെ, അതുപോലെ ഇരിക്കണം. നമ്മളിവിടെ ഉണ്ട് എന്ന് കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും വീഡിയോ ഓണാക്കി ഇരിക്കട്ടോ. പറ്റുന്ന സാഹചര്യങ്ങൾ നോക്കി വീഡിയോ ഓണാക്കി ഇരിക്കുക. നമ്മൾ പാഷനായിട്ട് ചെയ്യുക, ഇഷ്ടത്തോടെ ചെയ്യുക ബിസിനസ്. അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിർബന്ധിച്ച് ചെയ്യാതെ ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിനോട് ഇഷ്ടം തോന്നണം. നിങ്ങളുടെ ടീച്ചർ നേരത്തെ പറഞ്ഞ ഉള്ളിലോട്ട് വെസ്റ്റിജ് കയറണം. എന്റെ ശരീരത്തിൽ മൊത്തം വെസ്റ്റിജ്, വേറെ ഒന്നുമില്ല, വേറെ ഒരു ചിന്ത എനിക്കില്ല കേട്ടോ. കുട്ടികളുടെ കാര്യമായാലും വീട്ടിലെ കാര്യമായാലും ഞാൻ ചിന്തിക്കാറില്ല, അത് വേണമെങ്കിൽ നടക്കട്ടെ, ഞാൻ നടക്കുക. ഇവിടെ എന്റെ ഉള്ളിൽ മൊത്തം വെസ്റ്റേജ് ആണ്. ഒരു ലക്ഷ്യമുണ്ട്, 10 ലക്ഷം രൂപ മാസ വരുമാനം വാങ്ങിക്കുന്ന ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ ഇഷ്ടത്തോടെയാണ് ബിസിനസ് ചെയ്യുന്നത്. ഇത്രയും കാലം ഇഷ്ടത്തോടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, അതനുസരിച്ചുള്ള വരുമാനം ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
എല്ലാ കാര്യങ്ങളും വളരെ സ്മാർട്ടായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എവിടെയും നമ്മളെ തിരിച്ചറിയാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് വളരെ ഇഷ്ടത്തോടുകൂടി ഈ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഉയർത്തി കൊണ്ടുവരാൻ, നമ്മളെ കൈ പിടിച്ച് ഉയർത്താൻ, നമ്മുടെ വരുമാനത്തിൽ എത്തിച്ചേരാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ നമ്മളോടൊപ്പം ഉണ്ട്. നിങ്ങൾക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലെ? മെയിൻറ്റെയിൻ യുവർ സെൽഫ് റെസ്പെക്ട്. നമ്മളെ സ്വന്തം നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് റെസ്പെക്ട് കിട്ടുള്ളൂ. കീപ് തിങ് ഇൻ ദ ബാലൻസ്. ഇതിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പൊ നമ്മള് ഓരോ ആൾക്കാർ ഓരോ ഗ്രൂപ്പിൽ, ഇപ്പൊ സുഷിത മാഡം നല്ല അടിപൊളിയായിട്ട് MC ചെയ്യുന്നുണ്ട്, പ്രസന്റേഷൻ ചെയ്യുന്നുണ്ട്, ശമന ടീച്ചർ പ്ലാൻ എടുക്കുന്നുണ്ട്, വിനോദ് സാർ പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ട്, ഭീമ മാഡം നല്ല അടിപൊളിയായിട്ട് ക്ലോസിങ് ചെയ്യുന്നുണ്ട്. ഓരോരോ ആൾക്കാർക്കും ഓരോ കഴിവുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവർക്കും പ്ലാൻ എടുക്കാൻ പറ്റണോ? അതില്ല. എല്ലാവർക്കും MC ചെയ്യാൻ പറ്റുമോ? അതറിയില്ല. കുറച്ച് ആൾക്കാർക്ക് നല്ല പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാവും, ചില ആൾക്കാർക്ക് ബിസിനസ് നോളജ് ഉണ്ടാവും, എന്തെങ്കിലും കോർഡിനേഷൻ ചെയ്യാനുള്ള കഴിവുണ്ടാവും, ഒരു മീറ്റിംഗ് പ്രൊമോട്ട് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുണ്ടാവും. നമ്മളെല്ലാം നമ്മൾക്ക് എന്താണോ കഴിവുള്ളത് അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക, സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുക. വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഉഷാറാക്കി എടുക്കാൻ ശ്രമിക്കുക. പ്ലാൻ പ്രസന്റേഷൻ അറിയില്ല, പഠിക്കാൻ ശ്രമിക്കുക. പ്രൊഡക്റ്റിനെ കുറിച്ച് നോളജ് ഇല്ല. ഇപ്പൊ ശമന ടീച്ചർക്ക് ഈ വിസ്റ്റേജിൽ വരുന്നതിന് മുന്നേ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇപ്പൊ ഈ വിനോദ് സാറിന്റെ ആ ഓരോ ദിവസത്തെ ഓരോ പ്രൊഡക്റ്റ് നോളജ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നോട്ട് ചെയ്തപ്പോൾ ഇന്നിപ്പോ ഒരു 3 മാസം കൊണ്ട് 7 മാസം കൊണ്ട് നല്ലൊരു നോളജ് ഉണ്ടാക്കിയെടുക്കാൻ ശമന ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട്. അതെല്ലാവരും ചെയ്യുകയാണെങ്കിൽ നമ്മളെ വീക്ക്നെസ്സിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ, ബാലൻസ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും, ഞാൻ ഈ ബിസിനസ് വന്നു കഴിയുമ്പോൾ എനിക്കൊന്നും അറിയാം, എനിക്ക് ഇപ്പോഴും പ്രൊഡക്റ്റ് നോളജ് ഒന്നും അറിയാം, അത്ര കൂടുതലൊന്നും ഇല്ല. വിനോദ് സാറിനോട് ചോദിച്ചാൽ ഞാൻ ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അത് ക്ലിയർ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്, അറിയാത്ത കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുത്തിട്ട് മനസ്സിലാക്കി കൊണ്ടുപോകുന്നുണ്ട്. അതെല്ലാവരും അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. നാച്ചുറൽ റിലേഷൻഷിപ്പ്, നമ്മളുടെ കൂടെ വന്നിരിക്കുന്ന ആൾക്കാർ നല്ലൊരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക, ഒരു ഫാമിലി പോലെ, നമ്മുടെ സഹോദരന്മാരെ പോലെ കണ്ട് അവരോട് നമ്മൾ റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അല്ലാതെ വെറുതെ ഒരു 100 PV പർച്ചേസ് ചെയ്യാനായിട്ടുള്ള റിലേഷൻ അല്ല അവരായിട്ടുണ്ട്. അവരെ ബിസിനസ്സിൽ വിജയിപ്പിക്കാൻ അവർക്ക് തോന്നണം നമ്മളോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ വിജയിക്കാൻ സാധിക്കുന്നുള്ളൂ. എന്റെ കൂടെയുള്ള എല്ലാ ആൾക്കാർക്കും എന്നെ നന്നായിട്ടാണ്, എന്റെ മെസ്സേജ് വരാതിരുന്നു കഴിഞ്ഞാൽ, ഞാനൊരു ഗുഡ് മോർണിംഗ് ഇട്ടില്ലെങ്കിൽ പോലും വിഷമിക്കുന്ന ആൾക്കാർ എന്റെ ടീമിലുണ്ട്. ഇല്ല, ചെറിയൊരു വാക്കിൽ പോലും വിഷമം, എന്തെങ്കിലും ഒരു കട്ടക്ക് പറഞ്ഞു പോയ വിഷമിക്കുന്ന സങ്കടം വരുന്ന ആൾക്കാർ എന്റെ ടീമിൽ ആൾക്കാരുണ്ട്. അത് അത്രത്തോളം ഞാൻ അവരായിട്ട് റിലേഷൻ ചെയ്യുന്നത്, എന്റെ വീട്ടുകാരെക്കാളും കൂടുതൽ ഞാൻ വിളിക്കുന്നതും സംസാരിക്കുന്നതും എന്റെ ടീമിലുള്ള ആൾക്കാരാണ്. എന്റെ സഹോദരി മീറ്റിങ്ങിലുണ്ട്, എന്നെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗിൽ വരുന്നത്. ബിസിനസ്സിലുള്ള ആളല്ല, ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ബിസിനസ് വരുന്നത്. കാരണം ഞാൻ അവരെ വിളിക്കൽ കുറവാണ്. അപ്പൊ ഇവിടെ അത്രക്കും റിലേഷനാണ് എന്റെ ടീമിലുള്ള ആൾക്കാർ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യാത്ത ആൾക്കാർ, നിങ്ങൾക്ക് കസ്റ്റമർ ഉണ്ടാവും, നിങ്ങളുടെ സോപ്പോ പേസ്റ്റോ ചായപ്പൊടിയോ കോഫിപ്പൊടിയോ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരായിട്ട് നല്ല റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. ചിലപ്പോൾ നിങ്ങൾ സപ്ലിമെന്റ് കൊടുത്ത വ്യക്തിയാണെങ്കിൽ പ്രൊഡക്റ്റ് കൊടുത്ത് പിന്നെ വിളിക്കില്ല, കാരണം പേടി, നിങ്ങളെ വിളിച്ച് തന്നെ പേടിയായിരിക്കും. ഇനി അയാൾക്ക് റിസൾട്ട് അറിയാൻ കിട്ടിയാൽ ചീത്ത പറയുമെന്ന് വെച്ചിട്ട് അവരെ വിളിക്കില്ല, അങ്ങോട്ട് കോൺടാക്ട് ചെയ്യില്ല. അയാളുടെ മെസ്സേജ് കാണുമ്പോൾ, വോയിസ് മെസ്സേജ് കാണുമ്പോൾ പേടി, ഈശ്വര ആ കൊടുത്ത പ്രൊഡക്റ്റ് റിസൾട്ട് ഉണ്ടാവാൻ വലിയ ചീത്ത പറയാനാണ് വോയിസ് മെസ്സേജ്, കേൾക്കണ്ടല്ല, മിണ്ടണ്ട, മൈൻഡ് ചെയ്യണ്ട, ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. നമ്മളെ പ്രൊഡക്റ്റ് അത്രക്കും റിസൾട്ടുള്ള പ്രൊഡക്റ്റാണ്. നിങ്ങൾ ആർക്കെങ്കിലും പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയായിട്ട് എല്ലാ ദിവസവും സംസാരിക്കാൻ, അവർ കഴിക്കുന്നുണ്ടോ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുമ്പോൾ അവർക്കും നിങ്ങൾക്ക് ഒരു വിശ്വാസം വരുന്നുണ്ട്. ഒരു നല്ലൊരു റിലേഷൻ നമ്മളെ കസ്റ്റമറോടും നമ്മളെ കൂടെ അസോസിയേഷൻ ചെയ്ത ടീം മെമ്പേഴ്സിനോടും അപ്ലയൻസിനോടും എല്ലാവരും നല്ലൊരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഫീഡ്ബാക്ക്, നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ഇപ്പം കഴിഞ്ഞ മാസം ഒരുപാട് ആൾക്കാർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ന് അച്ചീവ്മെന്റ് ചെയ്യണം. ചിലപ്പോൾ അതെല്ലാവർക്കും അച്ചീവ്മെന്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അവിടെ ഫീഡ്ബാക്ക് എടുക്കണം, എന്തുകൊണ്ടായിരിക്കും എനിക്ക് അച്ചീവ്മെന്റ് ചെയ്യാൻ സാധിച്ചില്ല. ശമന ടീച്ചർ നേരെ സിൽവർ ആവണമെന്ന് ആഗ്രഹിച്ചു, ആയി, അതാവാൻ സാധിച്ചില്ല. അടുത്ത പിൻ ലെവൽ അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു ചെറിയൊരു ടാർഗറ്റ് എങ്കിലും വെക്കണം. ആ ടാർഗറ്റ് വെച്ച് അത് എത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ അതിന് ഫീഡ്ബാക്ക് എടുക്കണം, എന്തുകൊണ്ടാണ് സാധിക്കാത്തത്, എവിടെയാണ് എൻ്റെ മിസ്റ്റേക്സ് പറ്റിയത്. അത് അപ്ലയൻസുമായിട്ട് ഇരുന്ന് ആ ഫീഡ്ബാക്ക് എടുക്കാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇതിൽ ബിസിനസിന്റെ അടുത്തൊരു കമ്മിറ്റ്മെന്റ് ആണ് 5 ഫിംഗർ ഫോർമുല. 5 ഫിംഗർ ഫോർമുല നമ്മൾ ഇത് ചിന്തിക്കുക, നമ്മൾ 5 കൈ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ 5 വിരലുകൾ കാണാം അല്ലെ? ഈ 5 വിരലുകൾക്ക് ഓരോ പ്രാധാന്യമുണ്ട്. അതിന് ഒന്ന്, നമുക്ക് ബുക്സ്, നമ്മൾ മാക്സിമം, ഞാൻ തീരെ വായിക്കാത്ത, എനിക്ക് വായനാശീലം ഒട്ടുമില്ലാത്ത ആളാട്ടോ. പണ്ട് മായാവിയും കബീഷൊക്കെ വായിക്കാതെ വേറൊരു വായനാശീലം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ബുക്സ് വായിക്കാൻ ഇത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പോഴും എനിക്ക് അത്ര വായനാശീലം ഇല്ല. അതുപോലെ ബുക്സ് വായിക്കാൻ സാധിക്കുന്ന ആൾക്കാർ ബുക്സ് വായിക്കുക, എന്നാൽ പോസിറ്റീവായ ബുക്സ് കിട്ടും. മനോരമ, മംഗളം വായിക്കാനല്ല ഞാൻ പറഞ്ഞത്, പോസിറ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്സ് വായിക്കുക. TV ചാനലൊന്നും കണ്ടുകൊണ്ട് ഇപ്പോഴത്തെ ഒരു പ്രയോജനമൊന്നും ഇല്ല. ഒക്കെ വെറും നെഗറ്റീവ് മെസ്സേജ് മാത്രമേ വരുള്ളൂ. അതുപോലെ ടേപ്സ്, ഫങ്ഷൻസ്, നമ്മളെ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പല ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക.
അപ്ലൈൻ. ഇത് നമ്മളെ മെയിൻ അപ്ലൈൻ ആണ്. അപ്ലൈനെ നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കാര്യം ഈ നമ്മൾ ഈ വിരലിൽ ഒന്നും നമുക്ക് നടക്കില്ല അല്ലേ, ഇതാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് ആയില്ല. അത് നമ്മളെ അപ്ലൈൻ ആണ്. അപ്ലൈനെ ഒന്ന് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക, യൂസ് ചെയ്യുക. എന്ന് വെച്ചാൽ സാധനം വാങ്ങിക്കാൻ പറഞ്ഞയക്കാനല്ല, ID എടുക്കാനും KYC ചെയ്യാൻ വേണ്ടിയല്ല അപ്ലൈൻ യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കാർട്ടാക്കി സാധനത്തിന്റെ കാർട്ടാക്കാൻ സമയമില്ല സാറേ, ഞാൻ കുറച്ച് ബിസിയാണ്, ജോയിൻ ചെയ്തിട്ട് ഒരു ദിവസമേ ഉള്ളൂ, ആള് ഫുൾ ബിസിയാണ്, കാർട്ടാക്കാൻ സമയമില്ല സാറേ, ഇതൊന്ന് കാർട്ടാക്കി തന്നേക്കണം, എനിക്ക് ബിസി ആയതുകൊണ്ടാണ്. ഞാൻ പറയുന്ന ആൾക്കാരെ കുറ്റം പറയുന്നില്ല കേട്ടോ, അറിയാത്ത ആൾക്കാരുണ്ടാവും, ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. എങ്കിലും നമ്മൾ അപ്ലൈൻ യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാക്കാനും നിങ്ങളുടെ ബിസിനസ്സിൽ വരുമാനം എങ്ങനെ കൂട്ടിയെടുക്കാനുള്ള അങ്ങനെയുള്ള കുറച്ച് വളരെ ഇമ്പോർട്ടൻസ് ആയ കാര്യത്തിന് അപ്ലൈൻ യൂസ് ചെയ്യുക. ഒരാളെ തീരുമാനം എടുപ്പിക്കുക, നിങ്ങളുടെ ഡൗൺ ലൈൻസ് ജോയിൻ ചെയ്ത വ്യക്തിയെ ഒന്ന് ഡൗൺ ആകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇരുത്തി ഓറിയന്റേഷൻ ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് യൂസ് ചെയ്യണം. പല ആൾക്കാരും യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഒരുപാട് എല്ലാ കാര്യത്തിനും ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്കൊരു പരാതിയില്ല, ഞാൻ നോ പറയാറില്ല. എനിക്ക് നോ എന്ന വാക്ക് പറയാൻ ഇഷ്ടമല്ല, എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. അത്രത്തോളം ഇഷ്ടത്തോടെ ഞാൻ ആ കാര്യം ചെയ്യുള്ളൂ. എത്ര ബുദ്ധിമുട്ടായി കഴിഞ്ഞാലും എത്ര തിരക്കായി കഴിഞ്ഞാലും നോ ഞാൻ പറയില്ല. കുറച്ച് ലേറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷെ മാക്സിമം എല്ലാ ആൾക്കാരും നിങ്ങളെ കൊണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്ലൈനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ സ്ഥലത്ത് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് യൂസ് ആൻഡ് ഷെയർ പ്രൊഡക്റ്റ്. വളരെ ഇമ്പോർട്ടൻറ്റ്, ഈ ബിസിനസിന്റെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻസ് ആയ കമ്മിറ്റ്മെന്റ് ഒന്നാണ് ആദ്യം നിങ്ങൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. പ്രൊഡക്റ്റ് യൂസ് ചെയ്യാതെ ഒരാൾക്കും ഈ ബിസിനസ്സിൽ ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ 100% പറയുകയാണെങ്കിൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാതെ ഈ ബിസിനസ് നിങ്ങൾ ആർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല. 5-6 മാസം കഴിയുമ്പോൾ നിങ്ങൾ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യും. 100% ഞാൻ പറയണം, പ്രൊഡക്റ്റ് യൂസ് ചെയ്യാതെ ഒരാളും ഈ ബിസിനസ് വിജയിക്കില്ല. യൂസ് ചെയ്തതിന് ശേഷം പ്രൊഡക്റ്റ് ഷെയർ ചെയ്യാം, ഷെയർ ചെയ്യണം. പക്ഷെ നിങ്ങൾ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ആ എക്സൈറ്റ്മെന്റ് ആണ് ഷെയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അല്ല ഷെയർ ചെയ്യേണ്ടത്. പല ആൾക്കാരും ഞാൻ കാണാറുണ്ട്, സാധനം പ്രൊഡക്റ്റ് വാങ്ങിക്കും, ഉപയോഗിക്കില്ല, ഇത് ആരെ കൊണ്ടെങ്കിലും വാങ്ങിപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ 1-2 പ്രാവശ്യം വാങ്ങിക്കുമായിരിക്കും, പക്ഷെ സ്ഥിരമായിട്ട് വാങ്ങിപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങൾ യൂസ് ചെയ്യുക, ആ എക്സൈറ്റ്മെന്റ് ഷെയർ ചെയ്യുക. ആ എക്സൈറ്റ്മെന്റിലായിരിക്കും നിങ്ങളുടെ ആൾക്കാർ പ്രൊഡക്റ്റ് ചോദിക്കുന്നുണ്ടാവുക. യൂസ് ആൻഡ് ഷെയർ ദ പ്രൊഡക്റ്റ്, ഓൾ പ്രൊഡക്റ്റ്. അതിനു വേണ്ടി നിങ്ങൾ മാക്സിമം സമയം കണ്ടെത്താൻ ശ്രമിക്കണം. കാരണം പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിനു ശേഷം നല്ല റിസൾട്ട് കിട്ടിയതിനു ശേഷം ആ എക്സൈറ്റ്മെന്റ് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് അതിൽ കുറച്ച് ആൾക്കാരെ നിങ്ങളോടൊപ്പം കസ്റ്റമർ ആയിട്ട് കൂടെ ഉണ്ടാവും. ആ കസ്റ്റമർ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ കൺസിസ്റ്റൻസിയിലേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ പോകാൻ സാധിക്കുന്നുണ്ടോ. വളരെ ഇമ്പോർട്ടൻസ് ആണ് ഇതിന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻസ് കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 100 PV എങ്കിലും കമ്മിറ്റഡ് ആയിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യം കൺസിസ്റ്റൻസി ചെയ്യുന്ന വ്യക്തിയെ മാറാൻ ശ്രമിക്കണം. 100 PV ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാരുണ്ടാവും, സാധാരണക്കാരുണ്ടാവും, ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. എങ്കിലും നിങ്ങൾ ചെയ്യാൻ പോകുന്ന ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ പോകുന്ന ബിസിനസ്സാണ് ചെയ്യാൻ പോകുന്നത്. ഒരു കമ്മിറ്റ്മെന്റ് ഭാഗമായിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്റെ കൺസിസ്റ്റൻസി ഞാൻ ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തത്തിൽ ഏറ്റെടുക്കാൻ ശ്രമിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 100 PV ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് കുറച്ച് ഉപയോഗിക്കാനും കുറച്ച് ഷെയർ ചെയ്യാനും ആർക്കും കൊടുത്തിട്ടെങ്കിലും നിങ്ങളെ കമ്മിറ്റ്മെന്റ് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഒരു 30 ദിവസം നമുക്ക് സമയമുണ്ട്. ആ 30 ദിവസം കൊണ്ട് അത്യാവശ്യം പ്രൊഡക്റ്റ് യൂസ് ചെയ്തും കുറച്ച് പ്രൊഡക്റ്റ് ആർക്കെങ്കിലും കൊടുത്തുകൊണ്ട് ഒരു 100 PV അല്ലെങ്കിൽ 160 PV വിന്നിംഗ് ടീമിന്റെ കമ്മിറ്റ്മെന്റ് ഒരു കോറായി മാറാൻ 160 PV ചെയ്യാൻ സാധിക്കണം. 160 ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ 100 PVയുടെ കൺസിസ്റ്റൻസി ആയി, 60 PVയുടെ രണ്ടാമത്തെ കൺസിസ്റ്റൻസിയായി മാറുന്നുണ്ടോ. 160 ചെയ്ത വ്യക്തി ഒരു 200ലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. ഇപ്രാവശ്യം 160 ചെയ്ത് അടുത്ത പ്രാവശ്യം 60 ചെയ്യാനല്ല പറയുന്നത്. നിങ്ങൾ അത് എങ്ങനെയെങ്കിലും നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഭാഗമായിട്ട് കുറച്ചെങ്കിലും ഒരു ഹെയർ ഓയിൽ, ഒരു ഷാമ്പൂ ഒക്കെ വാങ്ങിക്കുന്ന ഒരു നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ കണ്ടെത്തിക്കൊണ്ട് അതൊന്ന് കൂട്ടി 200ലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതൊരു കമ്മിറ്റ്മെന്റ് ഭാഗമായിട്ട് ഇട്ടിട്ടുണ്ട്. കാരണം നിങ്ങൾ ഇത് റോഡുകൾ തോറി വീടുകൾ തോറി സെയിൽ ചെയ്ത് നടക്കാനല്ല പറയുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഒരു 30 ദിവസം നമ്മുടെ കയ്യിൽ ടൈം ഉണ്ട്. ആ 30 ദിവസം കൊണ്ട് ഒരു 100 PVയോ ഒരു 150-200 PV ചെയ്യാൻ പറ്റുന്ന ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളോടൊപ്പം അസോസിയേഷൻ ചെയ്തൊരു 10 പേരുണ്ടെങ്കിൽ, ഒരു 20 പേരുണ്ടെങ്കിൽ, അവരെല്ലാവരും ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബിസിനസ് വോളിയം വർദ്ധിക്കുന്നുണ്ടാവും. നിങ്ങളുടെ വരുമാനം സാധാരണമായി ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു 10,000-15,000 വരുമാനം അവിടെ തന്നെ എത്തിയിട്ടുണ്ടാവും. ഈ ഒരൊറ്റ കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ടാവും. റീഡ് PMA ബുക്സ് എവരി ഡേ. പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ബുക്സ് നമ്മൾ വായിക്കാൻ തയ്യാറാവുക. നമ്മൾക്ക് ഒരുപാട് ബുക്സുകൾ ഉണ്ടാവും, അവൈലബിൾ ആയിട്ടുണ്ടാവും. ബുക്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനെക്കുറിച്ച് ഞാൻ ബുക്സിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് ബുക്സ് നിങ്ങൾ വായിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ വിജയിക്കാനുള്ള മാജിക് ഓഫ് തിങ്കിങ് ബുക്സ് എന്നൊക്കെ ഒരുപാട് ബുക്സ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ വായിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കത് വിജയിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ടാവും. എല്ലാ ദിവസവും ഒരു പേജെങ്കിലും വായിക്കാൻ ശ്രമിക്കുക. എനിക്ക് പറ്റാത്ത കാര്യമാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ലിസൺ PMA പോസിറ്റീവ് മെന്റൽ ആയിട്ടുള്ള ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ നമ്മൾ എവരിഡേ കേൾക്കാൻ തയ്യാറാവുക.
യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ വെസ്റ്റീജിന്റെ ഒരുപാട് വീഡിയോസ് അതിനകത്ത് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമ്മൾ CEP സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരുപാട് ഓഡിയോസും വീഡിയോസും അവൈലബിൾ ആണ്. കേൾക്കാൻ തയ്യാറാവുക. ഇപ്പൊ വണ്ടിയൊക്കെ ഓടിക്കുന്ന കാറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മളെ വെസ്റ്റീജിനെ കുറിച്ചുള്ള ഒരുപാട് ഓഡിയോ വീഡിയോസ് അവൈലബിൾ ഉണ്ട്. അത് വണ്ടിയിലും വെറുതെ സിനിമാ പാട്ട് വെച്ചിട്ട് കേട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ഇതിന്റെ ഓഡിയോസും വീഡിയോസും കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ തന്നെ തോന്നുന്നുണ്ടാവും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ അഥവാ ഫിസിക്കൽ വർക്ക് ആരും ചെയ്യാറില്ല എങ്കിൽ പോലും ആരെങ്കിലും ഫിസിക്കൽ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ, ഇതിന്റെ ഒരു വീഡിയോസോ അല്ലെങ്കിൽ ഓഡിയോസോ നമ്മൾ പ്ലേ ചെയ്തുകൊണ്ട് ആ വ്യക്തിയുടെ വീട്ടിലെത്തുന്നവരെ ആ കാറിൽ ഇരുന്നുകൊണ്ട് കേൾക്കാൻ സാധിക്കുകയാണെങ്കിൽ, കാറിന്റെ ഡോർ ഇറങ്ങി നിങ്ങൾ പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ 99.9% ആ വ്യക്തി നിങ്ങളോടൊപ്പം ബിസിനസ് ജോയിൻ ചെയ്യുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫിസിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത് വളരെ എളുപ്പമാണ്. അല്ല എങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ഈ ബിസിനസ് അവസരം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വാട്സാപ്പിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു മണിക്കൂർ നേരത്തെ നിങ്ങൾ ഈ വെസ്റ്റീജിന്റെ ഏതെങ്കിലും വീഡിയോസ് കേൾക്കുക. പോസിറ്റീവായിട്ട് ഏതെങ്കിലും വീഡിയോ കേട്ടിട്ട് അതിനുശേഷം നിങ്ങൾ വാട്സാപ്പിലോ അല്ലെങ്കിൽ സൂമിലോ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വളരെ എക്സൈറ്റഡ് ആയിട്ട് എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. 99% ആ വ്യക്തി ബിസിനസ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പല ആൾക്കാർ എവിടെ നിങ്ങൾ വഴിയിൽ വെച്ച് കാണുന്ന സമയത്ത് പിടിച്ചു നിർത്തി ബിസിനസ് പ്ലാൻ പറഞ്ഞു അയാൾ ചിലപ്പോൾ ഒരിടം ഓടിപ്പോകുന്നുണ്ടാവും. ആ സമയത്തായിരിക്കും പറയുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് നെഗറ്റീവ് ആവും. ഒരാളുടെ നെഗറ്റീവ് കേൾക്കുമ്പോൾ തീരുമാനം മാറ്റുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാം നമ്മൾ എക്സൈറ്റഡ് ആയി പോസിറ്റീവായി വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ വേണ്ടി നിൽക്കണം. അറ്റൻഡ് ഓൾ ഫംഗ്ഷൻ. നമ്മളെല്ലാ മീറ്റിങ്ങുകളും ഗ്രൂപ്പിൽ വരുന്ന എല്ലാ മീറ്റിങ്ങും ശല്യമായി കാണാതെ, ഇയാൾ തുടങ്ങി ലിങ്ക് അയക്കാൻ തുടങ്ങി, ഇയാൾക്ക് വേറെ ഒരു പണിയില്ല, ഇയാൾ എപ്പോഴും ലിങ്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ടോ. ഞാൻ അയച്ചില്ലെങ്കിൽ വിനോദ് സാർ അയക്കും, വിനോദ് സാർ അയച്ചില്ല ഭീമാമയുടെ സൃഷ്ടിക്ക് ഏതെങ്കിലും ലീഡേഴ്സ് ലിങ്ക് അയച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഗ്രൂപ്പിൽ, യുവന്മാർക്ക് വേറെ ഒരു പണിയില്ല, തുടങ്ങിയില്ല ലിങ്ക് അയക്കും. അങ്ങനെ ചിന്തിക്കാതെ ആ ലിങ്ക് കാണുമ്പോൾ ആഹാ ഇന്ന് മീറ്റിംഗ് ഉണ്ടല്ലേ, ഇന്ന് അറ്റൻഡ് ചെയ്യണം, ഇന്നത്തെ മീറ്റിംഗ് എന്തെങ്കിലും പങ്കെടുക്കണം. അപ്പൊ വീട്ടിലെ പണിയൊക്കെ ലേഡീസ് ആകുമ്പോൾ ഒത്തിരി വർക്ക് ഉണ്ടാവും, അടുക്കള പണിയൊക്കെ ഒരുപാടുണ്ടാവും. ഇച്ചിരി നേരത്തെ പണിയൊക്കെ തീർത്തേക്കുക, 1 മണിക്കൂർ മുന്നേ അങ്ങ് തീർത്തേക്കും അല്ലെ. പണി തീർത്ത് കറക്റ്റ് 9 മണിയാകുമ്പോൾ റെഡി ആയിട്ട് അവിടെ ഇരിക്കുക, നല്ല ഡ്രസ്സൊക്കെ ഇട്ട്. ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ്, നല്ല വെൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടെ ഒന്ന് ഇരിക്കുക അല്ല. ചുരിദാറോ സാരിയൊന്നും വേണമെന്നില്ല, ചുരിദാറൊക്കെ ഇട്ട് അങ്ങ് വന്ന് ഇരുന്ന് അറ്റൻഡ് ചെയ്യുക. അല്ലാതെ എന്താ പറയാ ബെഡിൽ കിടന്നത് കൊണ്ടൊന്നും അറ്റൻഡ് ചെയ്യാതെ എല്ലാ ഫംഗ്ഷനും ആ സീരിയസ്നെസ് കൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇനി അഥവാ ഫിസിക്കൽ മീറ്റിംഗ് നമ്മൾ ഗ്രൂപ്പിൽ കാണുന്നുണ്ടാവും, പെരുമ്പാവൂർ CEO അല്ലെങ്കിൽ തലശ്ശേരി CEO, തിരൂരുള്ള ഫംഗ്ഷൻ, ഓരോ വളാഞ്ചേരിയുള്ള മീറ്റിംഗ്, ഇതൊക്കെ നമ്മൾ ഗ്രൂപ്പിലേക്ക് ഇടുമ്പോൾ വളാഞ്ചേരി എന്റെ വീട്ടിനടുത്താണല്ലോ, അപ്പൊ ഒന്ന് പോയി അറ്റൻഡ് ചെയ്ത് നോക്കിയാലോ, ഫിസിക്കൽ മീറ്റ് അറ്റൻഡ് ചെയ്യാം. തലശ്ശേരി ഒരു മീറ്റിംഗ് ഉണ്ട്, അതൊന്ന് അറ്റൻഡ് ചെയ്തേക്കാം. അങ്ങനെ ചിന്തിക്കണ്ടോ, തലശ്ശേരി വരെ പോകുമ്പോൾ 50 രൂപ ബസ്സിന് പോലും, വെറുതെ 50 രൂപ കളയുന്ന ആ 50 രൂപ പൊറോട്ടയും ചായയും കഴിച്ചാൽ പോലെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊന്നും നിങ്ങളുടെ ബിസിനസ് വിജയിക്കാൻ സാധിക്കില്ല. എവിടെയെങ്കിലും ഒരു ഫിസിക്കൽ ആയിട്ട് ഫംഗ്ഷൻ കാണുവാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള മീറ്റിംഗ് ആണ്. ഇപ്പൊ എന്നും എന്നെ പോലെ വിനോദ് സാറിനെ ഭീമാ മാഡത്തിനെ പോലെ കേൾക്കുന്ന മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് പുതിയ വ്യക്തികളുടെ, പുതിയ ലീഡർമാരുടെ, പുതിയ വിജയിച്ച ആൾക്കാരുടെ എക്സ്പീരിയൻസ് കേൾക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇന്ന് തന്നെ വളാഞ്ചേരി നല്ലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മളെ ഖദീജാമ്മയുടെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ആൾക്കാരുടെ ബഹളമായിരുന്നു. സാധനം വാങ്ങിക്കാൻ പോയതായിരുന്നു, അവിടെ സാധനം വാങ്ങിക്കാൻ പറ്റാതെ തിരിച്ചുപോയി. അത്രക്കും ആൾക്കാർ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഫംഗ്ഷൻ കിട്ടുകയാണെങ്കിൽ അവിടെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. സൂം മീറ്റിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിസിക്കൽ മീറ്റ് ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് വിജയിക്കാനുള്ള മീറ്റിങ്ങുകളാണ്, അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മെഗാ ഫംഗ്ഷൻസ് വരും. ഇപ്പൊ നമ്മുടെ നാട്ടില് ഫെബ്രുവരി മാസം വരുന്ന ഒരു വലിയൊരു ട്രെയിനിങ് വരുന്നുണ്ട്. വലിയ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ എത്താനുള്ള വഴികളാണ് അവിടെ പറഞ്ഞു തരുക. അതുകൊണ്ട് ഇതിലുള്ള ബ്രോൺസ് ഡയറക്ടർ ലെവലിലുള്ള എല്ലാ ആൾക്കാരും ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അറ്റൻഡ് ചെയ്യുക. 3500 രൂപ ചെലവാകും. ആ 3500 രൂപ ഒന്നും നോക്കണ്ട, വാങ്ങിക്കുക. സാരി വാങ്ങിച്ചെന്ന് കരുതിയാൽ മതി, അല്ലെങ്കിൽ ഒരു പാന്റ് ഷർട്ട് വാങ്ങിച്ചത് കരുതിയാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൈസ ചെലവ്, ഒരു കൂട്ടുകാരന്റെ കല്യാണത്തിന് പൈസ കൊടുത്തേ കരുതിയാൽ മതി. ആ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിലെ എല്ലാ ഡയറക്ടറിന്റെ പോലെ ആൾക്കാർ ആ ഫംഗ്ഷൻ കൊച്ചിയിൽ പോയിട്ട് 5 സ്റ്റാർ ഹോട്ടലിലാണ്, അവിടെ താമസിക്കാൻ സൗകര്യമുണ്ട്, ഭക്ഷണമുണ്ട്, രാത്രിയിലത്തെ ഫുഡും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും എല്ലാം കിട്ടും. അവിടെ നിങ്ങൾ ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് 10,000 വരുമാനം വാങ്ങിക്കുന്ന വ്യക്തിക്ക് 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ ഒരു 6 മാസം കൊണ്ട് സാധിക്കും. ഇപ്പൊ 20,000 30,000 വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർക്ക് 1 ലക്ഷം രൂപ വരുമാനം 3 മാസം കൊണ്ട് വാങ്ങിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ന്യൂ ജോയിനേഴ്സ് പോകണ്ട, അവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള മെഗാ ഫംഗ്ഷൻ, ഗോക്രോൺ പോലത്തെ, FRE പോലത്തെ, VLC പോലത്തെ, VIP പോലത്തെ പ്രോഗ്രാം ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കമ്മ്യൂണിക്കേഷൻ ആൻഡ് കണക്ടിവിറ്റി, കമ്മ്യൂണിക്കേഷനും കണക്ടിവിറ്റി എല്ലാ ദിവസവും നിങ്ങൾ ആക്റ്റീവായി അപ്ലൈ ചെയ്യണം കേട്ടോ. ആക്റ്റീവായി അപ്ലൈ എന്ന് വെച്ചാൽ ബിസിനസ്സിൽ വളരെ സീരിയസ് ആയി ചെയ്യുന്ന, കമ്മിറ്റഡ് ആയി ചെയ്യുന്ന അപ്ലൈനായിട്ട് എല്ലാ ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിച്ച വ്യക്തി പിന്നെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അല്ലെ. ഇപ്പൊ ശമന ടീച്ചർ സിൽവർ ഡയറക്ടറായി, ശമന ടീച്ചർ അപ്ലൈന എവിടെയുള്ള നമുക്ക് ആർക്കും അറിയില്ല, സ്പോൺസറാണ്.
ജോയിൻ ചെയ്യിപ്പിച്ച് ഐഡിയ എടുത്ത് വിട്ട് പോയാളാണ്. പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല. അവരെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന സമയം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മോട്ടിവേഷൻ ചെയ്യിച്ചാൽ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിച്ചു. പിന്നെ അവർ ആ വഴിക്ക് കണ്ടിട്ടുണ്ടായില്ല. അതുപോലത്തെ അപ്ലൈൻസ് അല്ല, നിങ്ങളെ കൂടെ നിന്ന് നിങ്ങളെ വിജയം ആഗ്രഹിക്കുന്ന അപ്ലൈ അവരെ കൂടെ എല്ലാ ദിവസവും കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. അതുപോലെ കണക്ടിവിറ്റി, നമ്മൾ അപ്ലൈനെ പിടിച്ചിങ്ങനെ നിൽക്കണം. ആ കൈ അപ്ലൈൻ വിട്ടാൽ നിങ്ങൾ വിടാതെ, നിങ്ങൾ ആ ഒരു കണക്ടിവിറ്റി എപ്പോഴും അപ്ലൈൻ ആയിട്ടുണ്ടാവും. എല്ലാ കാര്യങ്ങളും സംസാരിക്കണം, ഷെയർ ചെയ്യണം. നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോണതും അത് ചെയ്തതിൽ റിസൾട്ട് ഇല്ലാത്ത കാര്യങ്ങൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്ലൈൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഒരു കോളോ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജെങ്കിലും അയക്കാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ ടീമിലുള്ള എല്ലാ ഡൗൺലൈൻസിനും ഒരു ഗുഡ് മോർണിംഗ് എങ്കിലും ഷെയർ ചെയ്യാതിരിക്കാറില്ല. മീറ്റിങ്ങുകൾ ഉണ്ടെങ്കിൽ മീറ്റിങ്ങിൽ ലിങ്ക് ഷെയർ ചെയ്യാറുണ്ട്. അതൊന്നും കണ്ടിട്ട് പോലും മൈൻഡ് ചെയ്യാതെ ഒരുപാട് ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, അത് ബുദ്ധിമുട്ടായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു. നോ പ്രോബ്ലം. കൺവീനിയൻസ് വിഎസ് ആൻഡ് കമ്മിറ്റ്മെന്റ്. കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലേ, ഇന്ന് ഇനി ജോലിക്കൊന്നും പോകണ്ട, അല്ലെങ്കിൽ ഇന്ന് വേറെ കല്യാണമൊന്നും ഇല്ല, ഹോസ്പിറ്റൽ കേസൊന്നും ഇല്ല, എവിടെയും പോകാനൊന്നുമില്ല, ഇന്ന് വെറുതെ ഇരിക്കുന്നു. ഇയാൾ കുറെ കാലമായി ലിങ്ക് അയച്ചുകൊണ്ടിരിക്കുന്നു, ഇന്ന് കയറിയേക്കാം, ഇവിടെ നിന്ന് മുഖം കാണിച്ച് വന്നേക്കാം, അപ്പൊ ഇന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം എന്ന് പറഞ്ഞ് കൺവീൻസ് നമുക്ക് തോന്നുന്ന പോലെ ഈ ഫംഗ്ഷൻസോ മീറ്റിങ്ങോ അറ്റൻഡ് ചെയ്താലോ തോന്നിയ പോലെ ഒന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഒരു 6-7 മാസം കൂടുമ്പോൾ സാറേ അയാൾ ഞാൻ വന്ന ശേഷം വന്ന ആളാണല്ലോ, അയാൾ സിൽവർ ആയല്ലോ, ഞാൻ ഒരു കൊല്ലമായല്ലോ, എനിക്ക് 2 വർഷമായല്ലോ, എനിക്ക് സിൽവർ ആവാൻ സാറേ, എനിക്ക് എന്തെങ്കിലും ഇത് വിജയിക്കണം, ഞാൻ ഇനി എല്ലാ മീറ്റിംഗിലും ഉണ്ടാവും. അന്നത്തെ മീറ്റിംഗ് അപ്പുറത്തെ മീറ്റിംഗ് ഉണ്ടാവും, പിന്നെ ഒന്നും ഉണ്ടാവും, പിന്നെ കാണാനുണ്ടാവും. അങ്ങനെയല്ല, നമ്മൾ കമ്മിറ്റ്മെന്റ് ആയിട്ട് തന്നെ ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ വിജയം കാണുന്നത് വരെ കണ്ടിന്യൂ ആയിട്ട് നമ്മളത് വർക്ക് ചെയ്യണം. അതാണ് ഇതിൽ തമ്മിലുള്ള വ്യത്യാസം. ഞാനിപ്പോ പറഞ്ഞ കാര്യത്തിൽ നമ്മളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ നമ്മൾ അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, ഇപ്പൊ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. ഒരു വീട് വെക്കണം. പല ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ സ്വപ്നം എന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊരു വീട് വെക്കുക എന്നുള്ളത്. പല ആൾക്കാരും വാടക വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ കൂട്ടുകുടുംബമായി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, സ്വന്തമായിട്ട് വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഒരു വീട് വെച്ചിരിക്കുന്ന ആൾക്കാർ ലോൺ അടക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും. ആ ലോണ് വരെ നമുക്ക് ഇതിനകത്ത് എടുക്കാം. EMI ഒരു കമ്പനി തരുന്നതാണ്. അപ്പൊ നമ്മുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ നമ്മൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാണെങ്കിൽ, നമ്മളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ഇവിടെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. അതിന് നിങ്ങൾ ചെയ്യുക, കമ്മിറ്റ്മെന്റ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് ഇതിനെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ വണ്ടർഫുൾ ആയിട്ട് നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ഞാൻ ഈ ഒരു കമ്മിറ്റ്മെന്റ് സെഷൻ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ കുറേ ആൾക്കാർ ഇതിൽ ഏറ്റവും കൂടുതൽ പുതിയ ആൾക്കാരാണ്, ലേറ്റസ്റ്റ് ആയി ജോയിൻ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു സെഷൻ ചെയ്തത്. കാരണം നിങ്ങൾക്ക് ഈ 86ഓളം ആൾക്കാരുണ്ട്. ഈ 86 ആൾക്കാർ ഇവിടെ ലാസ്റ്റ് വരെ, എന്റെ വോയിസ് കേൾക്കുന്നില്ലല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് സീരിയസ് ആയിട്ട് ഇതിനെ കാണാൻ ശ്രമിക്കുവാണെങ്കിൽ, നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, കാരണം നിങ്ങളെക്കാളും കമ്മിറ്റഡ് ആയിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. എല്ലാവർക്കും ഒരുവിധം എല്ലാ ആൾക്കാരും നിങ്ങളെക്കാളും കമ്മിറ്റഡ് ആയിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. നമ്മുടെ ടീമിൽ ഓരോ ലീഡേഴ്സും ഉണ്ട്, പല ലീഡേഴ്സ് നിങ്ങളോടൊപ്പം സീരിയസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എത്ര പ്രാവശ്യം ഞാൻ നിങ്ങൾ പല ആൾക്കാരോടും പറഞ്ഞു, ഞാൻ ഇതിൽ വിജയിപ്പിച്ചു തരാൻ റെഡിയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന വരുമാനം വാങ്ങിച്ചു തരാൻ റെഡിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം, ഞാൻ 3.5 വർഷമായി ബിസിനസ് ചെയ്യുന്നത്. 3.5 വർഷമായിട്ട് ഒരുപാട് ലീഡേഴ്സിനെ ഇതിൽ വിജയിപ്പിച്ചു തരാൻ വേണ്ടി ഞാൻ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും എന്താ പറയുക, പഠിക്കലെത്തുമ്പം കലമുടച്ച് പോകുന്ന ആൾക്കാരുണ്ട്, വിജയത്തിന്റെ വക്കിലെത്തുന്ന സമയത്ത് കളഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഇപ്പോഴും അതിൽ അപ്രീസിയേഷൻ ചെയ്യുന്ന ഭീമാ മേഡത്തെയാണ്. ഒരു റിസൾട്ട് ഇല്ലാതെ, ഒരു വരുമാനം ഇല്ലാത്ത സമയത്ത് പോലും 1 വർഷത്തോളം വളരെ സീരിയസ് ആയിട്ട് ഈ ബിസിനസിന്റെ സാധ്യത മനസ്സിലാക്കിയിട്ട് ഇതിനോടൊപ്പം നിന്ന ഒരാളാണ് ഭീമാ മേഡം, വിനോദ് സാറ്, സുമേഷ്, ഒരുപാട് പഴയ നീതു മേഡം, ഒരുപാട് ആൾക്കാർ പഴയ ലീഡേഴ്സ് ഉണ്ട്. ഇപ്പോഴും സുമയ്യ ഇപ്പോഴും ഇതിൽ വളരെ സീരിയസ് ആയിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ആ ഒരു വിശ്വാസമാണ്. അതുകൊണ്ടാണ് അവർ ഇത്രയും നിൽക്കുന്നത്. ഭീമാ മേഡം ഇപ്പം ഒരു അത്യാവശ്യം നല്ലൊരു വരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു 2025 എന്ന വർഷം അവസാനിക്കുന്ന സമയമാകുമ്പോൾ 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന ഒരു 3-4 വ്യക്തികൾ എന്നോടൊപ്പം ഉണ്ടാവും. 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന 3-4 വ്യക്തികൾ ഉണ്ടാവും. 50,000-നും 1 ലക്ഷത്തിനും ഇടയിലുള്ള ഒരു 10 വ്യക്തികളെങ്കിലും നമ്മളോടൊപ്പം ഉണ്ടാവും. അതിനിടയിൽ 25,000-നും 50,000-നും ഇടയിൽ 25-30 ആൾക്കാർ 2025 ഡിസംബറിനകത്ത് ഉണ്ടാവും. അതിന് നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് എന്റെ കൂടെ നിൽക്കാൻ തയ്യാറാണോ? എന്റെ കൂടെയല്ല, നമ്മുടെ ടീമിനോടൊപ്പം നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ
ഒരു കമന്റ് ഒക്കെ ടൈപ്പ് ചെയ്തു, സാറേ ഞങ്ങളും കൂടെയുണ്ട്, നമുക്ക് ഇതിലൂടെ വരുമാനം ഉണ്ടാക്കണം. കാരണം നിങ്ങൾ വന്നിരിക്കുന്ന ബിസിനസ് സാധാരണ ബിസിനസ് അല്ല, വെസ്റ്റീജ് ബിസിനസ് ആണെങ്കിൽ പോലും മറ്റുള്ള ഓർഗനൈസേഷൻ എല്ലാം ഇങ്ങ് വന്നിരിക്കുന്നത് കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളുടെ കൂടെ നിന്ന് വർക്ക് ചെയ്ത് നിങ്ങൾക്കൊരു വരുമാനം എത്തിച്ചേരാൻ കപ്പാസിറ്റി ഉള്ള ഒരു ടീമിന് ഓർഗനൈസേഷനോടൊപ്പം നിങ്ങൾ എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തുകൊണ്ട്, നല്ലൊരു തീരുമാനം എടുത്തുകൊണ്ട് ഇതിനെ മനസ്സിലാക്കാനും നിങ്ങളുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വേറെ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് വേറെ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാതെ എല്ലാ പ്രൊഡക്റ്റും വെസ്റ്റീജിൽ ഉപയോഗിച്ചുകൊണ്ട് ആ സാധനം വാങ്ങിക്കുന്നത് ഒരു ബുദ്ധിമുട്ടായി കാണരുത് സുഹൃത്തുക്കളെ. കാരണം നിങ്ങൾ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കാതെ വേറെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിനോട്, നിങ്ങളുടെ ശരീരത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഒരു ദ്രോഹമാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം ഈ വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന, സത്യസന്ധമായിട്ട് ഇഷ്ടത്തോടെ വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി പോലും ഈ പ്രൊഡക്റ്റ് മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. ആ ഇഷ്ടത്തോടെ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് ഉപയോഗിച്ച വ്യക്തി ഒരാൾ പോലും ആ പ്രൊഡക്റ്റ് മോശമാണെന്ന് പറയാറില്ല. പക്ഷെ ആരുടെയെങ്കിലും നിർബന്ധത്തിൽ ഒരു സോപ്പോ പേസ്റ്റോ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് അത് ഉപയോഗിക്കാതെ വീട്ടിൽ വെച്ചിട്ട് നിർത്തിപ്പോകുന്ന ആൾക്കാരാവരുത് നിങ്ങൾ എല്ലാവരും. നിങ്ങളുടെ ആവശ്യത്തിനുള്ള പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലുള്ള പൈസക്ക് വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാൻ തയ്യാറാവണം. ഒരാളെ നിർബന്ധിച്ച് നിങ്ങൾ ലോൺ എടുത്തിട്ടോ കടം വാങ്ങിച്ചിട്ടോ ഒന്നും ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് പൈസ കളയരുത് സുഹൃത്തുക്കളെ. നിങ്ങളെ കൊണ്ട് ആവില്ല എങ്കിൽ, നിങ്ങൾ അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള ഫാമിലി ആണെങ്കിൽ പോലും ഉള്ള പൈസക്ക് നിങ്ങൾ പല്ല് തേക്കുന്നുണ്ടെങ്കിൽ, കൊള്ളിക്കുന്നുണ്ടെങ്കിൽ, പാത്രം കഴുകുന്നുണ്ടെങ്കിൽ അത് വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പ്രൊഡക്റ്റ് മാത്രം വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ കൂടെ നിൽക്കണം. ഇനി അഥവാ നിങ്ങളുടെ കുടുംബത്തിൽ കുറെ ബന്ധക്കാരുണ്ടാവും, ചങ്ങായിമാരുണ്ടാവും, ആത്മാർത്ഥമായിട്ടുള്ള ബന്ധക്കാർ ചങ്ങായിമാർ, അവരോട് റിക്വസ്റ്റ് ചെയ്യുക, എനിക്ക് ഈ ബിസിനസ്സിലൂടെ വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പല്ല് തേക്കുന്ന പേസ്റ്റും സോപ്പും എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതിനെ സഹായിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ചായപ്പൊടി വാങ്ങിച്ചതിനെ സഹായിക്കാൻ സാധിക്കുമോ? ഒന്നൊരു റിക്വസ്റ്റ് ചോദിക്കാം. അവർ സഹായിക്കാൻ പറ്റുന്ന ഒരു ഫാമിലി കുടുംബമാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. നിങ്ങൾ സ്വന്തമായിട്ടൊരു കടയിട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കില്ലേ? അവിടെ തൊട്ടടുത്ത കടയിൽ പോയി വാങ്ങിക്കുവോ? ഇല്ലല്ലോ. അതിനേക്കാളും നല്ല പ്രൊഡക്റ്റാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, അതൊന്ന് കൊടുക്കാൻ തയ്യാറാവണം. ഒരു പേസ്റ്റ്, ഒരു സോപ്പ്, ഒരു ചായപ്പൊടിയോ അല്ലെങ്കിൽ ഒരു കുക്കിംഗ് ഓയിലോ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആ ഫാമിലിക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കുക നിങ്ങൾ ചെയ്യുന്നത്. അവർക്കത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ആ കൊടുത്ത സമയത്ത് മനസ്സിലാവില്ല, കുറച്ച് കഴിയുമ്പോൾ അവർക്കത് മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങൾ അവരെ സഹായിക്കുക എന്നുള്ളത് ആ ഒരു ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലുള്ള ഒരുപാട് ഉടായ്പ കമ്പനികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുടെ പൈസ പോകുന്ന കമ്പനികൾ നാട്ടിലുണ്ട്. ബൾക്കായിട്ട് ആൾക്കാർ സാധനം വാങ്ങിപ്പിച്ചിട്ട് അതിനകത്ത് വരുമാനം ഉണ്ടാക്കി നടക്കുന്ന അവരെ പോലെ അങ്ങനെ ആൾക്കാരെ പോയി തലയിൽ പോയി തല വെച്ച് കൊടുക്കാതിരിക്കുക. അവരുടെ മോട്ടിവേഷൻ കേട്ടിട്ട്, അവരുടെ വരുമാനം കണ്ടിട്ട്, അവർ വാങ്ങിച്ച കാറ് കണ്ടിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വരുമാനം കിട്ടുള്ളൂ. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ലീഡർമാരുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വരുമാനം കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങളെ കൊണ്ട് 30,000 സാധനം വാങ്ങിച്ച് പിന്നെ ആ വഴിക്ക് വരാത്ത ലീഡർമാരെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ അങ്ങനെ ഒരു പൈസയും കളയാതെ നിങ്ങൾ വാങ്ങിച്ച പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാനും നിങ്ങളുടെ ബന്ധത്തിലുള്ള ആൾക്ക് കൊടുക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൊടുക്കാനും ആ ഒരു സാധനം മാത്രം വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ കാര്യം, നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന സാധനം ആദ്യത്തെ ഒരാഴ്ച തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 60 PV ആയിക്കോട്ടെ, 100 PV ആയിക്കോട്ടെ, എത്ര PV ആയിക്കോട്ടെ, ആദ്യത്തെ ഒരു 14-ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങളുടെ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് 1-2 പ്രൊഡക്റ്റ് എക്സ്ട്രാ വാങ്ങിച്ച് അത് ആർക്കെങ്കിലും ഒരു മാസത്തിനുള്ളിൽ അത് ആർക്കെങ്കിലും കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുവാണെങ്കിൽ അടുത്ത മാസം സാധനം വാങ്ങിക്കാൻ നിങ്ങൾക്ക് കുറച്ച് പൈസ ആ സൈഡിൽ നിന്ന് വരുന്നുണ്ടാവും. ഇതൊരു സ്ഥിരം കസ്റ്റമറായി നിങ്ങൾ തുടർന്ന് പോകുന്ന സമയത്ത് ഒരു 6-7 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് വരുന്ന വൗച്ചറുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ അവസരമില്ലാത്തുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ആൾക്കാരോടും ഇതിൽ വന്നിട്ട് എൻ്റെ എല്ലാ സഹോദരന്മാരോടും ഞാൻ പറയാണ് സുഹൃത്തുക്കളെ, ഇതിനെ ഒരു വളരെ സീരിയസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് വരെ കിട്ടാത്ത ഒരു വണ്ടർഫുൾ ബിസിനസ് അവസരം ദൈവമായിട്ട് നിങ്ങൾക്ക് കൊണ്ട് തന്നായി കരുതാൻ സാധിക്കുവാണെങ്കിൽ ഞാൻ ഈ ബിസിനസ്സിനെ ദൈവം തന്ന ബിസിനസ് ആയിട്ട് കാണുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും ആത്മാർത്ഥമായിട്ട് ഞാൻ ഇതിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. കാരണം ഞാൻ 20 വർഷം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ട് അവിടെ ഞാൻ ചോര നീരാക്കി വർക്ക് ചെയ്ത ഒരാളാണ്. രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതൊരു സൂപ്പർവൈസറോ ഒരു മാനേജറോ ഒരു മുതലാളിയോ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ചവിട്ടി താഴ്ത്താൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ഉയർത്തി കൊണ്ടുവരുന്ന ഒരാളുണ്ടായിട്ടില്ല. ഇവിടെ ചെറിയ ഒരു 8% എന്ന ലെവലിൽ ഞാൻ എത്തിയ സമയത്ത് കുറച്ച് പ്രൊഡക്റ്റ് വീട്ടിലേക്ക് വാങ്ങിച്ചിട്ട് 1-2 ഫ്രണ്ട്സിനോട് ഈ കാര്യം പറഞ്ഞ സമയത്ത് ഫാസ്റ്റ് ആയിട്ട് 8% ഞാൻ ആയ സമയത്ത് എന്നെ അപ്രീഷിയേഷൻ ചെയ്യാനും കൈപിടിച്ചുയർത്താനും എന്നെ അംഗീകരിക്കാനും ഒരുപാട് ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെയാണ് എനിക്ക് തിരിച്ചറിഞ്ഞത്, എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാൻ ആൾക്കാരുള്ള ഒരു ഓർഗനൈസേഷനാണ് വിന്നിംഗ് ടീം. വെസ്റ്റീജ് കമ്പനി നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാൻ അവർ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആണെങ്കിൽ
10,000 25,000 50,000 ആക്കിത്തരാൻ നമ്മൾ റെഡിയാണ്. നിങ്ങൾ കളയാതെ ഈ ഓപ്പർച്യൂണിറ്റി ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടാവുക, നിങ്ങൾ ഉറ്റ ചങ്ങായിമാരായിരിക്കും നിരുത്സാഹപ്പെടുത്തുന്നുണ്ടാവുക. ഒരു വിഷമം വേണ്ട, അവരോട് പറഞ്ഞാൽ മതി, സുഹൃത്തെ നീ ചെയ്യേണ്ട സുഹൃത്തെ ഞാൻ ചെയ്തോളൂ. ആ ഒരൊറ്റ വാക്ക് പറയാനുള്ള തൻ്റെ നമ്മൾ കാണിക്കണം. അല്ലാതെ ഒരാളെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ അവരോട് ദേഷ്യമോ വിഷമോ അല്ലെങ്കിൽ ആ സങ്കടം കൊണ്ട് ഒരാഴ്ച 2 ആഴ്ച ആരോട് സംസാരിക്കാതിരിക്കാതെ ഒരിതും വേണ്ട. ആ സുഹൃത്തിനോട് പറയാം, അല്ലെങ്കിൽ ആ ബന്ധത്തിലെ ആൾക്കാർ പറയാം, നിങ്ങൾ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം, നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ബുദ്ധിമുട്ട് ചെയ്യേണ്ട, വിട്ടേക്കുക. ആ ഒരു വാക്ക് തിരിച്ചു പറയാൻ സാധിക്കുവാണെങ്കിൽ ആ ഒരു ഫീലിങ്സ് അവർക്ക് ഉണ്ടാവും. അവനൊരു സോപ്പ് വാങ്ങിക്കാൻ പറ്റും, പേസ്റ്റ് വാങ്ങിക്കാൻ പറ്റും, ഞാൻ വാങ്ങിച്ചില്ലല്ലോ എന്നൊരു ഫീലിങ്സ് അവർക്ക് ഉണ്ടെങ്കിൽ, നല്ല ആത്മാർത്ഥമായ റിലേഷൻ ആണെങ്കിൽ, ആത്മാർത്ഥമായ സുഹൃത്താണെങ്കിൽ, ആ ഒരു ബിസിനസ്സിൽ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ചെറുതായിട്ടെങ്കിലും ഒരു 10 PVയുടെ സാധനം, ഒരു 300 രൂപയുടെ അല്ലെങ്കിൽ 500 രൂപയുടെ സാധനങ്ങൾ അവർ വാങ്ങിക്കുന്നുണ്ടാവും. ആ 500 രൂപയുടെ സാധനം ആ ഫാമിലി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, സത്യസന്ധമായി നല്ല പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുന്ന ഫാമിലി ആണെങ്കിൽ ലൈഫ് ലോങ് ആയിട്ട് അവരുടെ വീട്ടിലേക്ക് ഒരുവിധ എല്ലാ സാധനവും വെസ്റ്റീജിലൂടെ നിങ്ങളെ കൈസത്ത് വാങ്ങിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒരു 10 കസ്റ്റമർ ഉണ്ടെങ്കിൽ തന്നെ 10,000 രൂപയുടെ സാധനം നിങ്ങൾക്ക് ഒരു വ്യക്തിക്ക് തന്നെ ഇതിനകത്ത് മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് നിങ്ങളോടൊപ്പം അസോസിയേഷൻ ചെയ്ത ആൾക്കാർ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്താണ് അവരുടെയും വരുമാനം സേഫായി പോകുന്നത്. ഇന്ന് ഭീമാ മേഡത്തിന് അറിയാം 30,000 രൂപ എങ്ങനെയാണ് വരുമാനം വാങ്ങിക്കേണ്ടത്. അതേ ഭീമാ മേഡത്തിന് നിങ്ങൾ കൈ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഭീമാ മേഡമായിട്ട് എല്ലാ ദിവസവും സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ, ആ 30,000 വരുമാനം ഈസി ആയിട്ട് ഭീമാ മേഡം വാങ്ങിച്ചിരും. സുഷിതയ്ക്ക് അറിയാം, മറ്റുള്ള ഒരുപാട് ലീഡേഴ്സിന്, ഇതിനുള്ള എല്ലാവരും പേര് വിളിക്കുന്നില്ല, വീഡിയോ ഓണാക്കിയിരുന്ന ആൾക്കാരാണ് പറയാം, വിനോദ് സാറിന്റെ കൂടെ നിൽക്കുക, സുഷിതയുടെ കൂടെ നിൽക്കുക, നീതുവിന്റെ കൂടെ നിൽക്കുക, ഇവരെല്ലാവരും കൂടെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അവർ വരുമാനം അവർ വാങ്ങിച്ച് നിങ്ങൾക്ക് തരുന്നുണ്ടോ. അതുകൊണ്ട് തന്നെ പറഞ്ഞ് കൈ കൊടുക്കുക. ഒരു കാരണവശാലും ആരുടെയും വാക്ക് കേട്ട് ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കളയാതിരിക്കുക. കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് വന്ന മഹാലക്ഷ്മിയെ നിങ്ങൾ ചവിട്ടി പുറത്താക്കി എന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാ മനുഷ്യനും ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ പറയില്ലേ, പണക്കാരെ കയ്യിൽ ഇഷ്ടംമാതിരി പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, പാവപ്പെട്ട നമുക്ക് ഒരു പൈസയും തരുന്നില്ല, ദൈവം എന്ത് ദൈവമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ദൈവം നിങ്ങൾക്ക് അവസരങ്ങൾ തരാറുണ്ട്. ആ അവസരങ്ങൾ തരുന്ന സമയത്ത് നിങ്ങൾ അതിനെ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്. നല്ലതാണോ മോശമാണോ അറിയാൻ പോലും ശ്രമിക്കാറില്ല. ഞാൻ ഈ ബിസിനസ് കേൾക്കുന്ന സമയത്ത്, ആദ്യമായിട്ട് കേൾക്കുന്ന സമയത്ത് പുച്ഛിച്ച് തള്ളിയ വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷെ ഞാൻ അവിടെ ഏതൊരു അവസരം കിട്ടിക്കഴിഞ്ഞാലും അറിയാൻ ശ്രമിക്കുമായിരുന്നു. കാരണം എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. രക്ഷപ്പെടാൻ ഒരു വിധത്തിലും സാധിക്കുന്നില്ല, സമ്മതിക്കുന്നില്ലായിരുന്നു. എന്റെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട ഒരു ഫാമിലിയാണ് ഞാൻ. അതിന്റെ കഥകൾ എപ്പോഴും ഒരു സമയത്ത് വരും. ഇതിനകത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അതൊന്നും ഞാൻ ഇതുവരെ ആരോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. ഇത് 3.5 വർഷമായിട്ട് വെസ്റ്റീജ് ബിസിനസ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഈ 3.5 വർഷം വെസ്റ്റീജ് വരുന്നതിന് മുന്നേ 14 വർഷമായിട്ട് സ്ഥിരമായിട്ട് മൗത്ത് അൾസർ, വായപ്പുണ്ണുണ്ടായ വ്യക്തിയാണ് ഞാൻ. ഞാൻ പല ഡോക്ടറെ കാണിച്ച സമയത്ത് എല്ലാ ഡോക്ടർമാരും എനിക്ക് എന്തൊക്കെ ഗുളികകളും അതും ഇതും തന്ന് വയറ് കാലിയാക്കാനും വയറ് ക്ലീനാക്കാനും പല മരുന്നുകൾ തന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് കാണിച്ച ഡോക്ടറെ പറഞ്ഞ് നിനക്ക് വായപ്പുണ്ണ് വരുന്നത് ടെൻഷൻ കാരണമാണെന്നാണ്. സത്യസന്ധമായിട്ട് ആ ഡോക്ടർ പറഞ്ഞ് ശരിയായിരുന്നു. 10-14 വർഷമായിട്ട് എനിക്ക് ടെൻഷൻ തന്നെയായിരുന്നു. ഒരു ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ട് 1.5 കോടി രൂപയോളം നഷ്ടപ്പെട്ട് ആ ടെൻഷൻ മനസ്സിലുകൊണ്ട് എനിക്ക് എന്റെ ലൈഫ് പരാജയപ്പെട്ടു പോയി എന്നുള്ള വിഷമം കൊണ്ടാണ് എനിക്ക് എപ്പോഴും മൗത്ത് അൾസർ വന്നിട്ടുള്ളത്. പക്ഷെ 3.5 വർഷമായിട്ട് വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് മൗത്ത് അൾസറിന് സംഭവമില്ല. പ്രൊഡക്റ്റിൽ മാത്രമല്ല, അത് എന്റെ മൈൻഡിലുള്ള കോൺഫിഡൻസ്, എനിക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു പിടിക്കാൻ ദൈവമായിട്ട് എനിക്ക് ഒരു അവസരം കൊണ്ട് തന്നു വെസ്റ്റീജ് ബിസിനസ്സിലൂടെ. അതിനെ തിരിച്ചറിഞ്ഞപ്പോഴാണ് എന്റെ ടെൻഷനും കാര്യങ്ങളും മറ്റുള്ള ഹെൽത്ത് പ്രോബ്ലംസ് എല്ലാം മാറിയതും. 3.5 വർഷമായിട്ട് ഒരു ഹെൽത്ത് പ്രോബ്ലംസ് വരാതെ, ദൈവം സഹായിച്ച് ഹോസ്പിറ്റലിൽ പോവാതെ, ഒരു മരുന്നുകൾ കഴിക്കാതെ വെസ്റ്റീജിലൂടെ നല്ല ആരോഗ്യമുള്ള ഒരു ലൈഫ് എനിക്ക് കിട്ടിയത്. ഇതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയണം. അതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരും ഈ ഒരു ഓർഗനൈസേഷനിൽ കൂടെ സ്ട്രോങ് ആയിട്ട് സീരിയസ് ആയിട്ട് കൂടെ നിൽക്കുക. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. എത്ര മണിക്കൂർ വേണം വർക്ക് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ആ ഒരു തീരുമാനം നിങ്ങൾ ആരും മാറ്റാതെ, എന്ത് സപ്പോർട്ട് വേണമെങ്കിലും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും, ഏത് ടോപ്പ് ലീഡേഴ്സിന്റെ ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. 25,000 വരുമാനം വേണോ, 50,000 വരുമാനം, ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എന്റെ നമ്പർ ഇല്ലാതെ ഏതെങ്കിലും ലീഡേഴ്സ് ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ആക്റ്റീവായ അപ്ലയൻസ് നമ്പർ വാങ്ങിക്കുക. ഇന്നത്തെ മീറ്റിംഗിൽ ഞാൻ ഉണ്ടായിരുന്നു സാറേ, സാറിന്റെ വാക്ക് കേട്ടപ്പോൾ എനിക്ക് ബിസിനസ് വിജയിക്കുമെന്ന് തോന്നുന്നുണ്ട്, എന്നെ സാറിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് അയക്കാൻ ആരെങ്കിലും അയക്കുവാണെങ്കിൽ ഞാൻ ഹൈലൈറ്റഡ് വെക്കും. ആ വ്യക്തിയെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ടാവും. 2025 ആവുന്ന സമയത്ത് നിങ്ങളിലേക്ക് ഒരു വരുമാനം എത്തിച്ചാൽ ഞാൻ കട്ടൊക്കെ കൂടെ ഉണ്ടാവും. ഇതിൽ ഏത് ടീമിലായിക്കോട്ടെ, ഏത് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഞാൻ കൂടെ ഉണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രം ഞാൻ പറയണം. ഇതാണ് ഇന്ന് എന്റെ കമ്മിറ്റ്മെന്റിന്റെ ഭാഗത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. തൽക്കാലം ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്ക് ടു സുഷിത മാഡം. താങ്ക് യു സർ, താങ്ക്
യു സോ മച്ച്. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ കമ്മിറ്റ്മെന്റിനെ കുറിച്ചിട്ട്. എല്ലാവർക്കും ഈ ഒരു സാർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഒരു കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട്, ഈ ഒരു മോട്ടിവേഷനോട് കൂടിയിട്ട് തന്നെ നാളെ രാവിലെ മുതൽ നല്ലൊരു രീതിയിൽ ബിസിനസ് ചെയ്യാനും ഈ ഒരു വർഷം വളരെ വലിയൊരു സക്സസ് നേടിയെടുക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. വിഷ് യു വെൽത്ത് ആൻഡ് താങ്ക് യു ഓൾ.